മോഹൻ ബഗാനെ ഈ സീസണിൽ ആര് മുട്ടുകുത്തിക്കൂ എന്നുള്ള $1,000,000 ക്വസ്റ്റിന് നമുക്ക് അങ്ങനെ ഫൈനലി ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. മുംബൈ സിറ്റിക്ക് ആ 1-0 വിന്നിൽ ഫുൾ മാർക്കുകൾ കൊടുക്കാം. ഒരു പെരുന്നാൾ ദിവസം മലയാളിയായ നൗഫലിന്റെ ഗോളില് മുംബൈ സിറ്റി ഒരു മെമ്മറബിൾ വിൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഈ ജയത്തോടു കൂടി ടേബിളിന്റെ ടോപ്പിലേക്ക് മുംബൈ സിറ്റി കുതിച്ചു കയറിയിരിക്കുകയാണ്. ഇപ്പോഴും അവർ ഈ സീസൺ അൺബീറ്റൺ ആണ്. ശരിക്കും ആരും അറിയാണ്ട് ഒട്ടും ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് പതുക്കെ അവര് മോഹൻ ബഗാനിൽ നിന്നും ആ നമ്പർ 1 സ്പോട്ട് ദേ ഇപ്പൊ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഒട്ടും വൈകാതെ ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ പഠിച്ച 3 കാര്യങ്ങളിലേക്ക് കടക്കാം. ഗോൾ അടിച്ചവനിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം അല്ലേ? നൗഫൽ, വാട്ട് എ പെർഫോമൻസ്! പെരുന്നാളിന്റെ അന്ന് എന്തായാലും ഈ മലയാളി മോഹൻ ബഗാന് നല്ലൊരു വിരുന്ന് തന്നെ ഒരുക്കി. ഇതോടുകൂടി കഴിഞ്ഞ 3 മത്സരങ്ങളിൽ 3 ഗോളുകളാണ് നൗഫൽ അടിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഈ പ്ലെയർ മുംബൈ സിറ്റിയിലേക്ക് വന്നപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് അറിയായിരുന്നു. ഗോകുലത്തിൽ ഒബ്വിയസ്ലി അത്രയും ഇംപ്രസ് ചെയ്തതിന് ശേഷമാണ് നൗഫൽ മുംബൈയിലേക്ക് വരുന്നത്. പക്ഷെ ആദ്യത്തെ ആ ഒരു ISL സീസൺ ഒരുപക്ഷെ നൗഫലിന് പ്രതീക്ഷിച്ചത്ര അവസരങ്ങൾ കിട്ടിയതുമില്ല. കിട്ടിയ അവസരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനും ആയിരുന്നില്ല. എന്നാൽ ഇത് ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് സീസൺ ആണ്. അതാണ് നമ്മളിപ്പോൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുംബൈ സിറ്റിയുടെ ആ ലൈനപ്പിലെ ലെഫ്റ്റ് വിങ്ങിലെ ആ സ്പോട്ട് നൗഫൽ തൻ്റെതാക്കി മാറ്റി കഴിഞ്ഞു. ആ ഒരു ഗോൾ അടിച്ചുകൊണ്ട് മാത്രമല്ല ഞാനിത് ഇങ്ങനെ പറയുന്നത്. ഈ മത്സരത്തിൽ ത്രൂ ഔട്ട് നമ്മൾ നൗഫലിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡിഫൻസീവ് വർക്ക് ആയിക്കോട്ടെ, ട്രാക്കിംഗ് ബാക്ക് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു 110% എഫേർട്ട് ഇട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനു മുമ്പ് പല പ്ലേയേഴ്സും ആ ഒരു പൊസിഷനിൽ കളിച്ചിട്ടുണ്ട്, പല പ്രമുഖരായ പ്ലേയേഴ്സും കളിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും കൊണ്ടുവരാത്ത ആ ഒരു ഡിഫൻസീവ് എബിലിറ്റി നൗഫൽ ഈ മത്സരത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. കളിയുടെ സെക്കൻഡ് ഹാഫിലൊക്കെ എത്രത്തോളം ബോൾ ട്രാക്ക് ബാക്ക് ചെയ്ത് ആ ഒരു വിങ്ങേഴ്സിനെയൊക്കെ കണ്ടെയ്ൻ ചെയ്യാൻ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കളം വിട്ട നൗഫൽ തീർച്ചയായിട്ടും ആ ഒരു ഗ്രൗണ്ടിൽ തൻ്റെ എല്ലാം നൽകിയെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ശരിക്കും ഒരു മലയാളി എന്ന രീതിയിൽ നൗഫലിന്റെ ഈ ഒരു വളർച്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓരോ ലെവലും താണ്ടി വന്നൊരു പ്ലെയറാണ്. സന്തോഷ് ട്രോഫി ചാമ്പ്യൻ ആയിരുന്നു, ഗോകുലത്തിന് വേണ്ടി കളിച്ചു, ഐ ലീഗിൽ ഇംപ്രസ് ചെയ്തു. പിന്നെ ഇപ്പൊ ISL വന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഹയസ്റ്റ് ലെവലിൽ ഏറ്റവും വലിയൊരു ടീമിനെതിരെ ഇങ്ങനെ ഒരു വിന്നിംഗ് ഗോൾ അടിക്കുന്നു. അതും ഒരു മലയാളി ഒരു പെരുന്നാൾ ദിവസം. ഇപ്പോഴാണ് ശരിക്കും ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഈദ് മുബാരക്ക് ശരിക്കും ഈദ് മുബാരക്ക് ആയത്. ഇനി നമുക്ക് മോഹൻ ബഗാനിലേക്ക് വരാം. ശരിക്കും ഈ ഇന്റർനാഷണൽ ബ്രേക്കിന് മുന്നോടിയായിട്ട് BFCക്കെതിരെ ഒരു ഡ്രോ, അതുപോലെ ഈ മത്സരത്തിൽ ഹോമിൽ ഒരു തോൽവി, ഇങ്ങനെ 2 റിസൾട്ടുകൾ അവർ ഈ ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കളിക്കുന്ന മത്സരങ്ങളെല്ലാം ജയിക്കുക എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആയിട്ട് ഇറങ്ങുന്ന ഒരു ടീം തന്നെയാണ്. ഈ ഒരു മത്സരത്തിൽ അവരവരുടെ സീസണിലെ ആദ്യത്തെ തോൽവി ഇപ്പൊ നേരിട്ടിരിക്കുകയാണ്. എത്രത്തോളം ഈ ഒരു ഡിഫീറ്റ് അവരെ അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. കാരണം ഈ ടീമിന് ഭയങ്കര ഒരു വിന്നിങ് മെന്റാലിറ്റി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൽ കളിക്കുന്ന ഓരോ താരങ്ങളും ഒരു ട്രോഫി ജയിക്കാൻ എന്താണ് വേണ്ടതെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അവരെല്ലാവരും അവരുടെ കരിയറുകളിൽ ഇവിടെയോ വേറെ ക്ലബ്ബുകളിലോ നല്ലോണം കളിച്ച് ഇങ്ങനെ സിൽവർ വെയർ ജയിച്ചിട്ടുള്ള പ്ലേയേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സെറ്റ് ബാക്കിൽ അവരുടെ സീസൺ തന്നെ താറുമാറാനാവാനുള്ള സാധ്യതയൊന്നുമില്ല. അടുത്ത മത്സരത്തിൽ അവർ തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ പൂർവാധികം ശക്തിയോടെ ആയിരിക്കും അവർ വരാൻ പോകുന്നത്. അത്രയും സീരിയൽ വിന്നർ ആയിട്ടുള്ള ഒരു കോച്ചും ഒരു ഗ്രൂപ്പും ആണത്. അതുകൊണ്ട് തന്നെ അവരുടെ സീസണിലെ പ്രതീക്ഷകളെ കുറിച്ച് ചോദിച്ചാൽ ഇപ്പോഴും അവർ തന്നെയാണ് ഈ ലീഗ് അടിക്കാനുള്ള ഫേവറേറ്റ്സ് എന്നേ ഞാൻ പറയുള്ളൂ. ഓബിയസ്ലി മുംബൈ സിറ്റി ഇപ്പം മോളിൽ കയറിയിട്ടുണ്ട്. എത്ര നേരം മുംബൈ സിറ്റിക്ക് ആ ഒരു ലീഡ് നിലനിർത്താനാവുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല മാച്ചുകളിലും മുംബൈ സിറ്റി അത്രയും കൺവിൻസിംഗ് ആയിട്ടുള്ള പെർഫോമൻസുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പല മൊമെന്റുകളിൽ അവർ നല്ലോണം കളിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതോടുകൂടി മോഹൻ ബഗാൻ ടൈറ്റിൽ ഫേവറേറ്റ്സ് അല്ലാതാവുമോ എന്ന് ചോദിച്ചാൽ ആ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ലെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ 13 മത്സരങ്ങൾ മാത്രമുള്ള ഒരു സീസണാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തുടർച്ചയായ എല്ലാ മത്സരങ്ങളിലും മോഹൻ ബഗാന് മുംബൈ സിറ്റി ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യണം എന്നുള്ളൊരു പ്രഷറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സും ഈ കോച്ചും ആ ഒരു പ്രഷർ റിലീസ് ചെയ്യാനാണ് സാധ്യത. എപ്പോഴും എല്ലാ ചാമ്പ്യൻ ടീമുകൾക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ കൊട്ട് കിട്ടുന്ന ഒരു പതിവുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ 2022 വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് സംഭവിച്ചത് നമുക്കറിയാം. ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യക്കെതിരെ തോറ്റതിന് ശേഷം പിന്നീട് ഒരു ജൈത്രയാത്ര തന്നെയായിരുന്നു അവരുടെ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചാമ്പ്യൻ ടീമുകളെ ഡിഫൈൻ ചെയ്യാം. ഒരു തോൽവിക്ക് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാവുക എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇനി ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം മോഹൻ ബഗാൻ നേരിടാൻ പോകുന്നത് ജംഷഡ്പൂർ FC ആണ്. അതെന്തായാലും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം
ജംഷഡ്പൂരും ഇതുപോലെ തന്നെ കുറച്ചൊന്ന് പരിങ്ങലിലാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ മോഹൻ ബഗാനെ പോലെ തന്നെ ഒരു ഡ്രോയും ഒരു തോൽവിയാണ്. ഈ 2 ടീമുകളാണ് ലീഗിന്റെ തുടക്കം ആ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം ആ ടോപ്പ് ഓഫ് ദ ടേബിളിൽ ബാറ്റിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു മത്സരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു മോഹൻ ബഗാൻ ഫാൻ ആണെങ്കിൽ അധികം ടെൻഷനൊന്നും നിങ്ങൾ അടിക്കേണ്ട കാര്യമില്ല. ഇന്നൊരു നല്ല മത്സരം തന്നെയായിരുന്നു, നല്ലൊരു കോണ്ടസ്റ്റ് തന്നെയായിരുന്നു. അതിൽ മുംബൈ സിറ്റി അവർക്ക് കിട്ടിയ ആ ചാൻസ് വളരെ ക്ലിയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അവരുടെ ഡ്യൂട്ടി അവർ നന്നായിട്ട് ചെയ്തു. അവർ 3 പോയിന്റുമായിട്ട് പോയി. പക്ഷേ സീസൺ ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ 100% ഉറപ്പ് പറയുന്നു, പോയിന്റ്സ് ടേബിളിൽ മുംബൈ സിറ്റിയെ മറികടക്കാനുള്ള അവസരം ഇനിയും മോഹൻ ബഗാൻ ഈ സീസണിൽ ലഭിക്കും. അത് അവർ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ISLലെ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. അയാളെപ്പോലെ അയാൾ മാത്രമേ ഉള്ളൂ, ഹോർഹെ പെരേര ഡിയാസ്. ഈ മത്സരത്തിൽ പൂർബാൽ അച്ചൻപയുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരുപാട് നല്ല സേവുകളൊക്കെ നടത്തി. പക്ഷേ മുംബൈ ഈ മത്സരം ജയിക്കാൻ കാരണം അത് ആ പെരേര ഡിയാസ് ആ ഒരു നമ്പർ 9 റോളിൽ കൊണ്ടുവന്ന ആ ഒരു ക്വാളിറ്റിയാണ്. ഫസ്റ്റ് ഹാഫിൽ നമുക്കറിയാം, കളി തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, 2ാമത്തെ മിനിറ്റിൽ തന്നെ താപ്പയ്ക്ക് ഒരു ടാക്കിൾ കൊടുത്തു. ആ ടാക്കിളിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, അവിടെ ബോൾ വിൻ ചെയ്യില്ലെന്നൊക്കെ ഡിയാസിന് നല്ല പൂർണ്ണമായിട്ടുള്ള ബോധമുണ്ട്. പക്ഷെ ആ കളിയുടെ ഫസ്റ്റ് തന്നെ ആ ഒരു ഇന്റൻഷൻ കാണിക്കുക എന്നുള്ളതാണ്. ഒരു ബുക്കിംഗ് നേടുക, ലൈക്ക് ഗെറ്റ് ഓൺ ടോപ്പ് ഓഫ് ദി ഓപ്പോസിഷൻ, ആ സാധനമാണ്. കളി ഒന്ന് സെറ്റിൽ ആവാൻ അനുവദിക്കരുത്. താപ്പയാണ് അവിടെ ബോളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ആൾ, നമുക്കറിയാം. അയാളെ തന്നെ വന്ന് ടാക്കിൾ ചെയ്യുക, ബോൾ വിൻ ചെയ്യാൻ ഒരു ഇന്റൻഷനും ഇല്ല. പ്രോപ്പർ ഒരു റഫ് ടാക്കിൾ, അതിലൂടെ ഒരു യെല്ലോ കാർഡ് മേടിക്കുന്നു. ത്രൂ ഔട്ട് കളി പുള്ളി അത് മാനേജ് ചെയ്തു എന്നുള്ളതാണ്. 2ാമത്തെ മിനിറ്റിൽ ബുക്കിംഗ് കിട്ടിയിട്ടും ത്രൂ ഔട്ട് കളി മാനേജ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിയാസിന്റെ ഒരു പ്രോപ്പർ നമ്പർ 9 ഇങ്ങനത്തെ മത്സരങ്ങളിൽ എങ്ങനെ കളിക്കണമെന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ നമ്മൾ കണ്ടു. ആദ്യം ആ ചാങ്തേക്ക് ഉണ്ടായിരുന്ന ഒരു ചാൻസ് ഉണ്ടല്ലോ, വിശാൽ കെയ്ത്ത് സേവ് ചെയ്ത്, അതിനുള്ള മൂവ്മെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഹാഫ് ലൈനിന്റെ അങ്ങോട്ട് വന്നിട്ട് ആ ചാങ്തേക്ക് റൺ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങോട്ടൊരു ബോൾ കളിക്കുക. അതൊക്കെ ശരിക്കും ഒരു വേൾഡ് ക്ലാസ് ഫോർവേഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലത്തെ മൊമെന്റുകളാണ്. അത് മാത്രമല്ല, ഈ നൗഫൽ അടിച്ച ഗോളിന് മുമ്പായിട്ട് കൗക്കോയ്ക്ക് ആ ബോള് പെരേര ഡിയാസ് കൊടുത്ത ആ ഒരു പാസ്, ആ അസിസ്റ്റിന് മുമ്പുള്ള ഒരു പ്രീ അസിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പെരേര ഡിയാസ് അങ്ങനെ തിരിഞ്ഞിട്ട് അവിടെ കൗക്കോയ്ക്ക് ആ ബോൾ കൊടുക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി 3ഓ 4ഓ മോഹൻ ബഗാന്റെ ഡിഫൻഡേഴ്സ് കളിയിൽ നിന്ന് ഔട്ടായി. ലൈക്ക് അവർക്കൊരു റോളില്ല. പിന്നെ ഡിയാസ് ഇങ്ങനെ എടുത്തിട്ട് ബോളിങ്, അവരെല്ലാവരും ഇവിടെ സ്റ്റക്കാണ്. ഇങ്ങോട്ട് ബോൾ കൊടുത്തു, കൗക്കോയ്ക്ക് സ്പേസ് നൈസായിട്ട് സൈഡിലോട്ട് നൗഫലിന് കൊടുത്തു. നല്ലൊരു ഫിനിഷ്, കിടലൊരു ഫിനിഷ്. ശരിക്കും ആ ഒരു ഗോള് പിറക്കാൻ ആ ഒരു പെരേര ഡിയാസിന്റെ ആ ഒരു പാസിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. കാരണം ഓട്ടോമാറ്റിക്കലി അത്രയും ഡിഫൻഡേഴ്സ് അവിടെ ഗെയിമിൽ നിന്ന് ഔട്ടായി. ഡിയാസ് അവരുടെ ആ ഒരു അറ്റൻഷൻ പിടിച്ചു വാങ്ങി അവരത് ഈ പൊസിഷനിൽ നിന്ന് ഡ്രാഗ് ഔട്ട് ചെയ്ത് അവിടെ സ്പേസ് ബാക്കിയുള്ള പ്ലെയേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് പുള്ളി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നത്. ഒരു ടീമിന് വേണ്ടി, ബാക്കിയുള്ള പ്ലെയേഴ്സിന് വേണ്ടി ഇത്രയും സ്പേസ് ഉണ്ടാക്കുന്ന ഒരു സെൻറ്റർ ഫോർവേഡ് ISLൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ബിക്കോസ് ഇത്രയും ഒരു സെൽഫ്ലെസ് ആയിട്ട്, ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് കളിക്കുന്ന ഒരു നമ്പർ 9 വേറെ ആരുണ്ട്? എനിക്കിപ്പം ഈ ഒരു നിമിഷത്തിൽ എനിക്ക് ഓർത്തിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗോളടി വീരന്മാർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ ലീഗിൽ ഒരു ഗോളടിയുടെ ഒരു അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമ്പർ 9കളുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാക്ലാറൻ ഉണ്ട്, അതുപോലെ തന്നെ എഫിയോങ് ഉണ്ട്. പക്ഷേ ഡിയാസ് ചെയ്യുന്ന ആ ഡ്യൂട്ടി ഉണ്ടല്ലോ, ആ സാധനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ക്വാളിറ്റി തന്നെ വേണം. അത് പുള്ളിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് മാത്രം ഡിയാസിന്റെ ക്വാളിറ്റിയെ നമുക്ക് അളക്കാനാവുകയില്ല. കാരണം ഈ പ്ലെയർ പിച്ചിൽ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ് അതുക്കുമൊക്കെ ഒരുപാട് മേലെയാണ്. ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന രീതിയിൽ ഈ പ്ലെയർ നമ്മുടെ ക്ലബിന് വേണ്ടി കളിക്കുന്നത് ഒരേ ഒരു സീസൺ, അതും ലോക്ക്ഡൌണിന്റെ സമയത്താണ് കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് പേഴ്സണലി എൻ്റെ ജീവിതത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിഗ്രറ്റുകളാണ്. ഇന്നും ഡിയാസ് ആ ക്വാളിറ്റി പുറത്തെടുത്തു. ഒരുപക്ഷെ മുംബൈ സിറ്റിയുടെ ഈ മത്സരത്തിലെ അൺസങ് ഹീറോ എന്ന് നമുക്ക് വിളിക്കാം. ഇതാണ് ഗൈസ് ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. നിങ്ങൾ ഈ റിസൾട്ട് എൻജോയ് ചെയ്തോ? ഈ ഒരു മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും യു ടേക്ക് കെയർ മൈ ഫ്രണ്ട്. ബൈ ഫോർ നൗ.